ഹായ് എവരിവൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അതിനുവേണ്ടി തയ്യാറെടുക്കാൻ മനസ്സുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം, ഏകദേശം 32,000 വേക്കൻസീസോടുകൂടെ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ഇതിനു വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ഇതുപോലുള്ള എല്ലാ പ്രധാന പരീക്ഷകൾക്കും സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളിൽ തന്നെ പലരും അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളതാണ്. അപ്പൊ അതുപോലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഗൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങളിൽ ഒരുപാട് പേര് എന്ത് ചെയ്തിരുന്നു, നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡി പരീക്ഷ ഇപ്രാവശ്യം എന്ത് വന്നാലും ക്രാക്ക് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ അധികം സമയം ഞാൻ എടുക്കില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഒരുപക്ഷെ എന്തായേക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് ആയേക്കാം. കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ റെയിൽവേ ജോലി എന്ന നിങ്ങൾ കാണുന്ന ആ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കാം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കണ്ടതുകൊണ്ട് ജോലി കിട്ടില്ല, അതിനുവേണ്ടി കട്ടക്കി പണിയെടുക്കണം. പക്ഷെ എങ്ങനെ പണിയെടുക്കണം, ഏത് രീതിയിൽ പണിയെടുക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കളെ, ഈ വരുന്ന 3-ാം തീയതി, ഫെബ്രുവരി 3-ാം തീയതി രാത്രി 8 മണി മുതൽ നമ്മൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യണം, ആരംഭിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, കുറെ നേരമായി ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് ഈ സ്റ്റഡി പ്ലാൻ എന്നുള്ളത് നിങ്ങൾ എന്തുണ്ടാവും, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കുള്ള മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ട് അത് ഒരു 1-2 വട്ടമോ മിനിമം 2 വട്ടമെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യും. 2 വട്ടം റിവൈസ് ചെയ്തുകൊണ്ട് 100 ദിവസങ്ങൾ എടുത്ത് കൃത്യമായി പഠിച്ചു തീർക്കുന്ന, റിവൈസ് ചെയ്യുന്ന, അതിൻ്റെ മേലെ പരീക്ഷകൾ എഴുതുന്ന, നിങ്ങളുടെ കൂടെ നമ്മൾ കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് അക്കാഡമീസിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം, അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കുറേ പേര് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കണം, ലോകത്തെങ്ങും ഇല്ലാത്ത ഫീസ് ആയിരിക്കില്ല ഈ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ നമുക്ക് അക്കാഡമീസിന് 1 രൂപ പോലും തരേണ്ടതില്ല. ഇത് പൂർണ്ണമായും എന്താണ്, സൗജന്യമായിട്ടുള്ള സംഭവമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ചെയ്യുന്നത്. ഇന്നേ വരെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസായി വാങ്ങിയിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകണം തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്ത് വേണം, അതിനുവേണ്ടി ഉണ്ടാവണം. ഇനി ഞാൻ സ്റ്റഡി പ്ലാനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മുഴുവൻ സിലബസും 100 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൊത്തം സിലബസിനെ 100 കഷ്ണങ്ങളാക്കി തിരിക്കും. അതായത് ഓരോ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മുടെ സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നു പോകുന്ന പോലെ, ഇപ്പോൾ ഡേ 1 ഫിസിക്സിൽ നിന്ന് ഇന്ന ടോപ്പിക്ക്, കെമിസ്ട്രിയിൽ നിന്ന് ഇന്ന ടോപ്പിക്ക്, ബയോളജിയിൽ നിന്ന് ടോപ്പിക്ക്, ഹിസ്റ്ററിയിൽ നിന്നത്, മാത്സിൽ നിന്ന്, ഇങ്ങനെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും പഠിക്കാൻ പറ്റുന്ന അത്രയും ടോപ്പിക് എന്ത് ചെയ്യും, നമ്മൾ തരും. ഇതിപ്പോൾ ഇന്നൊരു ടോപ്പിക് എന്ന് തന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് ഫിസിക്സിൽ നിന്ന് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഞാൻ തന്നതെങ്കിൽ, നാളെ നിങ്ങൾക്ക് ഉണ്ടാവുക ആ ടോപ്പിക്കിന്റെ റിവിഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ 2 വട്ടമെങ്കിലും ഞാൻ റിവൈസ് ചെയ്യിക്കുന്നുള്ളത്. ഇങ്ങനെ ഓരോരോ ദിവസം തരുന്ന ടോപ്പിക്കുകൾ ഞാൻ റിവൈസ് ചെയ്യും. പിന്നെ മൊത്തത്തിൽ സബ്ജക്ട് വൈസും സ്പ്ലിറ്റ് ആക്കിയിട്ടും ഒക്കെ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾ റിവൈസ് ചെയ്യിക്കും. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് മനസ്സിൽ കുറിച്ച് വെക്കുക. റാങ്ക് ലിസ്റ്റിൽ വരുന്നവരും പ്രിപ്പയർ ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്തായിരിക്കും, റിവിഷൻ ആയിരിക്കും. ഒന്നുകൂടെ കേട്ടോ, റാങ്ക് ലിസ്റ്റിൽ വരുന്നവരും പ്രിപ്പയർ ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്താണ്, നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ റിവൈസ് ചെയ്ത് കൃത്യമായി ടോപ്പിക്കുകൾ തന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയം വരാം, ഇത് മാത്രമേ ഉള്ളൂ, ഇതാണ് ഇപ്പൊ മറ്റേ കൊട്ടി കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നത്, വെറുതെ ടോപ്പിക് പഠിക്കാൻ തരിക എന്നുള്ളതാണോ? അല്ല, വേറെയും കാര്യങ്ങളുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ദിവസത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡേ 1 എന്ന് പറയുന്നത് 6-7 ടോപ്പിക്കുകൾ ഉണ്ടാവാം. അപ്പൊ അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, ബാക്കി GK സബ്ജക്ട്സ് ഉണ്ടാവാം, മാത്സ് ഉണ്ടാവാം, റീസണിംഗ് ഉണ്ടാവാം, അങ്ങനെ എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യാം, ഉണ്ടാവാം അല്ലെ. ആ ടോപ്പിക്കുകളെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പരീക്ഷ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ടെലിഗ്രാം ചാനൽ തരും. ഡേ 1 ആ ദിവസം എന്തൊക്കെ ടോപ്പിക്കാണോ നിങ്ങൾ പഠിച്ചേ, ഒരു പരീക്ഷയുള്ള ഒരു 25 ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ 35 ചോദ്യങ്ങളുടെ ഒരു പോൾ പോലെ ടെലിഗ്രാമിൽ നമ്മൾ തരും. ആ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചതിനെ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ചതൊക്കെ ശരിയാണോ, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഇതൊക്കെ തന്നെയാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു അനാലിസിസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഇനി ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഇത് ഞങ്ങൾ എവിടെന്നാ പഠിക്കുക, എന്ത് നോക്കിയാൽ പഠിക്കുക, നിങ്ങൾ നമുക്ക് നോട്ട്സ് തരുമോ, നിങ്ങൾ നമുക്ക് ക്ലാസ് തരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്കിത് എവിടെ നിന്ന് വേണേലും പഠിക്കാം. അത് നിങ്ങൾ പോകുന്ന ഓഫ്ലൈൻ സ്ഥാപനമാവാം, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റേതെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ ആവാം, ഇനിയെല്ലാം നിങ്ങൾ അക്കാഡമിക്സിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയും ആവാം.
ഇതിൽ നിങ്ങൾ അക്കാഡമിക്സിന്റെ ക്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ട് ക്ലാസ് നമ്പർ അടക്കം നമ്മൾ ഓരോ ദിവസം പഠിക്കാനുള്ളത് എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇന്ന ക്ലാസ്, ഇന്ന പരീക്ഷ, ഇന്ന PYQ ഡിസ്കഷൻ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ഒരു തരി പോലും, ഒരു ക്ലാസ് പോലും നിങ്ങൾ പുറത്ത് എവിടെയും തപ്പിപ്പോകേണ്ട കാര്യം ഉണ്ടാവില്ല. മുഴുവനായിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ആണ്, അത് എല്ലായിടത്തും ലോകത്ത് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് സോഴ്സസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുള്ള എഫേർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ ഈ തരുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതിൽ ആരും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെ തടയാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കോഴ്സ് എടുത്താൽ മാത്രമേ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. അത് കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു ഓഫ്ലൈൻ സ്ഥാപനത്തിൽ നല്ലൊരു ഫീസ് കൊടുത്തിട്ടുണ്ടാവാം, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി കോഴ്സ് ഫീസ് അടച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. എവിടെ നിന്നായാലും എന്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ദിവസത്തെ തരുന്ന ടോപ്പിക്കുകൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം. എന്നിട്ട് ആ ടെലിഗ്രാം ചാനലിലെ പോളുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം. കഴിഞ്ഞോ? ഇത്രയാണോ നിങ്ങൾ തരുന്നത്? അല്ല. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്ക് തരും, അതിനെ ബേസ് ചെയ്ത് ടെലിഗ്രാം ചാനലിലെ പോളുകൾ തരും. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രണ്ടും ഫ്രീ ആണ്, മൂന്നാമത്തെ ഞാൻ പറയാൻ പോകുന്നത് ഫ്രീ തന്നെയാണ്. നിങ്ങൾക്ക് നമ്മൾ കുറച്ച് ടോപ്പിക്കുകളാകുമ്പോൾ ഒരു 10-20 ദിവസം കഴിയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. കുറച്ച് ടോപ്പിക്കുകളാകുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി ആണ് എടുക്കുന്നത് വിചാരിക്കുക. ഹിസ്റ്ററിയിൽ ഇപ്പോൾ സ്റ്റോൺ ഏജും ഇൻഡസ് വാലി സിവിലൈസേഷനും ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ആ രണ്ട് ടോപ്പിക്കുകളിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കി യൂട്യൂബിൽ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇതൊന്ന് റിവൈസ് ചെയ്യും. ചോദ്യങ്ങളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകും, പോയിന്റുകളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകും. അങ്ങനെ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യും, അത് മനസ്സിൽ ഉറപ്പിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചു തീർത്തിട്ടുണ്ടാവും. ഇനി ഇത് ആദ്യത്തെ കേസിൽ ഇപ്പോൾ ഓരോ ദിവസത്തെയും ടോപ്പിക് തരുമ്പോൾ എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളത്, RRB ഗ്രൂപ്പ് ഡി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിനെ സ്റ്റഡി എന്ന് പറയുന്ന, പഠിത്തം എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ, അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചുരുക്കി പറയാനാണെങ്കിൽ ആ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നിങ്ങൾ കൊടുത്ത കോഴ്സ് ആയാലും എവിടെ നിന്നായാലും ആ ക്ലാസ്സുകൾ കാണാം. then അതിന്റെ നോട്ട്സ് എഴുതുക. ആ നോട്ട്സ് എന്ത് ചെയ്യുക, പ്രോപ്പറാക്കി കൊണ്ടുപോകുക. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ഐ ബട്ടണിലും കൊടുക്കാം. അതുകൂടെ എന്ത് ചെയ്തോളൂ, നിങ്ങളൊന്ന് കണ്ടോളൂ. സോ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ ആ ഒരു സ്വപ്ന ജോലി, ആ റെയിൽവേ എന്ന് പറയുന്ന ആ ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്, നിങ്ങളെ കൈപിടിച്ച് കൂടെ നടത്താനായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഡി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വന്നാലും ഈ ജോലി വേണം, എനിക്കിത് പിടിച്ചേ പറ്റൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ, ഞാനിത് നേടും. അതിനുവേണ്ടി ഇത്രയൊക്കെ മനസ്സിലുണ്ടായിട്ടും കാര്യമില്ല, അതിനുവേണ്ടി ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്. ഞാൻ കൃത്യമായി പണിയെടുക്കും. ഓരോ ദിവസത്തെയും ടോപ്പിക്കുകൾ ഞാൻ പഠിച്ചു തീർക്കും, ഞാൻ റിവൈസ് ചെയ്യും. എഴഞ്ഞിട്ടാണെങ്കിലും ഞാൻ മുന്നോട്ട് നിൽക്കും. വഴിയിൽ ഞാൻ ഒരുപക്ഷെ വീണ് പോയേക്കാം, പക്ഷെ ഞാൻ വീണ് കിടക്കില്ല. ഞാൻ എഴഞ്ഞാണെങ്കിലും ഞാൻ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യും എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും എക്സാം എല്ലാം കഴിഞ്ഞ് റെയിൽവേയിൽ ഒരു ജോലിക്കാരനാവണമെന്നുള്ള ദൃഢനിശ്ചയവും ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യകതയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നത് പലർക്കും ഒരു ലക്ഷറിയാണ്. അങ്ങനെയല്ലാതെ ആ ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ മാറും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്കതൊരു അനിവാര്യതയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്കതൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു അത്യാവശ്യമാണെങ്കിൽ, നമ്മുടെ ഒരു നീഡാണെങ്കിൽ നിങ്ങൾ കൂടെ കൂടിയോ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം, വെറുതെ കയറിയിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ കൂടിക്കോ. ടെലിഗ്രാം ചാനലിൽ ഫോളോ ചെയ്താൽ മതി. 3-ാം തീയതി രാത്രി കൃത്യം 8 മണിക്ക് ആദ്യത്തെ ദിവസത്തെ ടോപ്പിക് വന്നിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഒരു തുടക്കമാവട്ടെ. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കോഴ്സും RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ സ്ക്രോൾ ഓടുന്നുണ്ട്, അതിലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, കോഴ്സ് എടുക്കാം. കോഴ്സിന്റെ ലിങ്കും ഞാൻ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കയറി നോക്കൂ, ഡെമോ ക്ലാസ്സുകൾ കാണൂ, എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്തോളൂ, നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ കാര്യം. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റട്ടെ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും എന്താ പറയാ, ഈ പറയുന്ന പോലെ ഈ ആഴ്ച 3-ാം തീയതി രാത്രി 8 മണിക്ക് കാണാം. ആദ്യത്തെ ദിവസത്തെ ടോപ്പിക്കുകളായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നത് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ. ബൈ.